ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട അത്യുന്നതനായ പ്രവാചകൻ മോർ ഏലിയ ദീർഘദർശിയുടെ അനുഗ്രഹീത ഓർമ്മയിലൂടെയാണല്ലോ പരിശുദ്ധ സഭ ഈ ദിനങ്ങളിൽ കടന്നു പോകുന്നത്. മനുഷ്യരായ നമ്മൾക്ക് എപ്രകാരം ദൈവത്തോടുള്ള ബന്ധത്തിൽ അടുത്തു വരാമെന്നും എങ്ങനെ ദൈവകൃപ കൂടുതലായി അനുഭവിച്ചറിഞ്ഞ് ജീവിക്കാമെന്നും നമ്മെ ശക്തമായ രീതിയിൽ പഠിപ്പിച്ച ഒരു ജീവിതത്തിൻ്റെ ഉടമയാണ് മോർ ഏലിയ ദീർഘദർശി. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം മുതൽ ഏലിയ പ്രവാചകൻ്റെ ജീവിതത്തെക്കുറിച്ച് വായിക്കുവാനും പഠിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായി അനുസരിച്ച് എന്താണോ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ ദൈവം എന്നെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിന് പൂർണ്ണമായി വിധേയപ്പെട്ടുള്ള ഒരു ഉത്തമമായ ജീവിതം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ യഹോവയായ ദൈവം വിളിക്കുന്നതും അപ്രകാരം തന്നെയാണ്. നീ നിൻ്റെ പിതൃഭവനവും ചാർച്ചക്കാരെയും ഒക്കെ ഉപേക്ഷിച്ച് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് പറയുമ്പോൾ യാതൊരു വിധത്തിലുള്ള ഉപാധിയും കൂടാതെ പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട് പോകുന്ന അബ്രഹാം പിതാവിനെ പോലെ ദൈവജനത്തിനു വേണ്ടി എന്താണോ ദൈവം പ്രവാചകനായ ഏലിയാവിനെക്കുറിച്ച് ആഗ്രഹിച്ചത് അതിന് പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ടുള്ള അനുഗ്രഹീതമായ ജീവിതമാണ് ഏലിയ പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും. 2 ചിന്തകൾ പ്രവാചകൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് എന്തെന്നുള്ളത് ഈ സമയത്ത് നമുക്ക് ചേർത്ത് ചിന്തിക്കാം. 1, പ്രാർത്ഥനയാൽ സകലവും സാധ്യമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ജീവിതം. ഈ ലോകത്ത് അനേകം പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ നമ്മെ അലട്ടുമ്പോഴും അവിടെയെല്ലാം നമ്മെ വിളിച്ചത് ദൈവികമായ ഒരു പദ്ധതിക്കാണെന്നും ഈ ലോകത്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും അടിക്കടി വന്നുകൂടുമ്പോൾ അവിടെയെല്ലാം പ്രാർത്ഥനയിൽ കൂടി ഉത്തരം കണ്ടെത്താമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പ്രവാചകൻ. 2-3 ഉദാഹരണങ്ങൾ പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് തിരുവചനത്തിൽ കൂടി വായിക്കുവാനായിട്ട് സാധിക്കും. വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ദേശത്ത് മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥിച്ചപ്പോൾ 3 സംവത്സരം മഴ പെയ്യാതിരുന്നതും, എന്നാൽ മഴയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദേശത്ത് മഴയുണ്ടായതും തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നാമും ദൈവത്തിൻ്റെ ജനമാണ്. നമ്മുടെ ബലഹീനമായ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലെത്തുമ്പോൾ നിശ്ചയമായും ആ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകുമെന്നുള്ളത് ഇത് ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നു വിധവയുടെ മകനെ ഉയർപ്പിക്കുന്ന സംഭവം. ഏലിയാവ് വിധവയുടെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ അവളുടെ മകൻ ദീനമായി മരിക്കുന്ന സാഹചര്യമുണ്ടാവുകയാണ്. എന്നാൽ ആ സാഹചര്യത്തിൽ യഹോവയോട് പ്രാർത്ഥിച്ച് അവളുടെ മകന് ജീവൻ കൊടുക്കുന്നത് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാം വായിക്കുകയാണ്. ഓർക്കുക, ഒരു മനുഷ്യൻ എങ്ങനെ പ്രാർത്ഥനയിൽ കൂടി കൂടുതൽ അനുഗ്രഹങ്ങളെ നേടിയെടുക്കാം, പ്രാർത്ഥനയിൽ കൂടി ദൈവ സംസർഗം ആർജിച്ചെടുക്കാം എന്നുള്ളത് ഈ ഉപമയൊക്കെയും ഈ ഉദാഹരണമൊക്കെയും നമ്മെ പഠിപ്പിക്കുകയും സൂചിപ്പിക്കുകയും ചെയ്യും. 2-മതായി, ദൈവം കരുതിക്കൊള്ളും എന്ന് സ്വജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിച്ചയാളാണ് ഏലിയ ദീർഘദർശി. ജീവിതത്തിൽ അനേകം ആവശ്യങ്ങളുമായി നാം മുൻപോട്ട് പോകുമ്പോൾ അവിടെയെല്ലാം ദൈവം നമ്മെ കരുതും എന്നുള്ളതിന് വലിയൊരു സാക്ഷ്യം ഏലിയ പ്രവാചകൻ നൽകുകയാണ്. ഏലിയ പ്രവാചകനെ യഹോവയായ ദൈവം വിളിച്ച് ദേശത്ത് മഞ്ഞും മഴയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞതിന് ശേഷം അവനെ കെരീത്ത് തോട്ടിനരികത്തേക്ക് അയക്കുകയാണ്. അവിടെ അവന് ഭക്ഷണവും അവന് പാനീയവും യഹോവയായ ദൈവം കാക്കയാൽ ഒരുക്കി കൊടുക്കുമ്പോൾ ഓർക്കുക, ദൈവം കരുതിക്കൊള്ളും എന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണമാണ്. അവിടെ നാം ഓർത്തിരിക്കേണ്ടതിന് നമ്മുടെ ജീവിതം ദൈവത്തിൽ ആശ്രയിച്ചും അടിസ്ഥാനമിട്ടും ദൈവ ഇഷ്ടത്തിന് ചേർന്നും
നിലനിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നു. വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് സാരഫാത്തിലെ വിധവയുടെ ഭവനത്തിലാണ്. അവിടെ തനിക്ക് ഭക്ഷിക്കുവാൻ തക്കവണ്ണം അപ്പമുണ്ടാക്കി തരുവാൻ പറയുമ്പോൾ യജമാനനെ, ഇവിടെ ഞങ്ങൾക്ക് പോലും കഴിക്കുവാൻ ഭക്ഷണമില്ല എന്ന് പറയുന്ന ആ സ്ത്രീയുടെ അടുക്കൽ ദൈവം കരുതിക്കൊള്ളും എന്നുള്ള വലിയ ആ സത്യത്തെ അവരോട് പറയുമ്പോൾ നാം കാണുന്നു, അവരുടെ കലത്തിലെ മാവ് തീരാതെയും കലശത്തിൽ എണ്ണ തീരാതെയും ഇരിക്കുന്ന ആ വലിയ അത്ഭുതം. ഇതൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ദൈവം കരുതിക്കൊള്ളും എന്നുള്ള വലിയ സന്ദേശമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഏലിയ ദീർഘദർശിയുടെ മഹനീയമായ ഓർമ്മയിലൂടെ നാം കടന്നു പോകുമ്പോൾ പ്രാർത്ഥനയും വിശ്വാസവും കൂടുതലായി നമ്മെ ദൈവത്തോട് ചേർക്കുന്ന അനുഭവത്തിന് യോഗ്യമാക്കി തീർക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.